കർത്താവിൻ്റെ പരിശുദ്ധമുള്ള നാമത്തിനായി സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹീതമായ ഈ സന്ധ്യ കഴിഞ്ഞ വേളയിൽ ട്രിനിറ്റി ഇൻ്റർനാഷണൽ മിനിസ്ട്രീസിൻ്റെ ഫേസ്ബുക്ക് പേജിൽ നടന്നു വരുന്ന എല്ലാ തിങ്കളാഴ്ചയും 9:30 മുതൽ നടന്നു വരുന്ന ബൈബിൾ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. വിശിഷ്യ ഫിലിപ്പിയ ലേഖനത്തിൻ്റെ 3-ാമത്തെ എപ്പിസോഡിലാണ് പഠനത്തോടുള്ള ബന്ധത്തിൽ നാം ആയിരിക്കുന്നത്. കഴിഞ്ഞ 2 എപ്പിസോഡുകളിൽ ഫിലിപ്പിയ ലേഖനത്തെക്കുറിച്ച്, അതിൻ്റെ പശ്ചാത്തലത്തെക്കുറിച്ച് നാം ചിന്തിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ഈ 3-ാമത്തെ എപ്പിസോഡിലേക്ക് കടന്നു വരുന്ന ഈ ദൈവവചനം ശ്രദ്ധിക്കുന്ന ഏവർക്കും ക്രിസ്തുവേശുവിൻ നാമത്തിൽ വന്ദനം പറയുന്നു. ഞാൻ പശ്ചാത്തലമായി ചില കാര്യങ്ങൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഓർപ്പിക്കുകയുണ്ടായി. പൗലൂസിൻ്റെ കാരാഗ്രഹ ലേഖനങ്ങളിൽ ഒന്നാണ് ഫിലിപ്പിയ ലേഖനം എന്ന് നാം ചിന്തിക്കുകയുണ്ടായി. പ്രത്യേകാൽ അപ്പോസ്തലനായ പൗലൂസ് തൻ്റെ 2-ാം മിഷണറി യാത്രയിൽ തന്നോടുകൂടെ അനുധാവനം ചെയ്ത തീമത്തിയോസ് മറ്റ് ചില ദൈവദാസന്മാരോട് ചേർന്ന് ഫിലിപ്പിയിൽ എത്തിച്ചേർന്ന ചരിത്രം ഞാൻ ഓർപ്പിക്കുകയുണ്ടായി. 2-ാം മിഷണറി യാത്രയിൽ അവർ 1-ാമത്തെ മിഷണറി യാത്രയിൽ കടന്നുപോയി സ്ഥാപിക്കപ്പെട്ട സഭകളെ ഉറപ്പിക്കുവാനും അപ്പോൾ തന്നെ ആ സഭകളുടെ ആത്മീയ അനുഭവങ്ങളെക്കുറിച്ച് അവരുമായി സംസാരിപ്പാനുമൊക്കെയായി ഇറങ്ങി പുറപ്പെട്ട ഒരു യാത്ര എന്നുള്ള നിലയിൽ മുൻപോട്ട് വന്നപ്പോൾ പരിശുദ്ധാത്മാവ് അവർക്ക് പ്രത്യേകമായി കൊടുത്ത കാഴ്ചപ്പാടനുസരിച്ചാണ് അവർ ഫിലിപ്പിയിൽ എത്തിയത് എന്നുള്ളത് നാം പഠിക്കുകയുണ്ടായി. അങ്ങനെയാണ് ആദ്യമായി യൂറോപ്പിൽ സുവിശേഷം എത്തുവാൻ ഇടയായത് എന്നുള്ള ചരിത്രം നാം ചിന്തിച്ചു. ആ ക്ലാസ്സുകൾ ശ്രദ്ധിച്ചവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രത്യേകിച്ച് ഈ ലേഖനത്തിൻ്റെ സവിശേഷതകളെ കുറിച്ചാണ് ഈ ക്ലാസ്സിൽ ഞാൻ ഓർപ്പിക്കുവാൻ കർത്താവിൽ താല്പര്യപ്പെടുന്നത്. ഫിലിപ്പിയ ലേഖനത്തെക്കുറിച്ച് നാം പഠിച്ചാൽ വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ഈ ലേഖനത്തിൻ്റെ സവിശേഷതകളും പ്രത്യേകതകളും നമുക്ക് പഠിക്കുവാനായിട്ട് കഴിയും. നമുക്കറിയാം, ഗലാത്യ ലേഖനം എഴുതിയത് അപ്പോസ്തലനായ പൗലൂസ് ഉപദേശ പിശകുകളെ ഖണ്ഡിക്കുവാൻ വേണ്ടിയാണ് എഴുതുവാനിടയായത്. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം നാം പഠിക്കുമ്പോൾ സഭയുടെ ചില ജീവിത പിശകുകളെ ഖണ്ഡിക്കുവാൻ വേണ്ടിയാണ് ആ ലേഖനത്തിൽ പൗലൂസ് തൂലിക ചലിപ്പിച്ചത് എന്ന് നമുക്ക് പഠിക്കാനായിട്ട് കഴിയും. എഫേസ്യ ലേഖനത്തെക്കുറിച്ച് പഠിക്കുമ്പോഴും പ്രത്യേകിച്ച് ക്രിസ്തുവിൽ വെളിപ്പെട്ട ദൈവത്തിൻ്റെ നിത്യനിർണയത്തിൻ്റെ സാക്ഷാത്കാരമായ ദൈവസഭയെക്കുറിച്ച് വർണ്ണിക്കുവാനുള്ള ആ വർണ്ണനകളെ ഉൾക്കൊള്ളുന്ന ആ പ്രത്യേകമായിരിക്കുന്ന അനുഭവങ്ങളെക്കുറിച്ചാണ് പൗലൂസ് എഫേസ്യ ലേഖനത്തിൽ പ്രത്യേകാൽ ഓർപ്പിക്കുന്നത് എന്നുള്ളത് നമുക്ക് പഠിക്കുവാനായിട്ട് കഴിയും. എന്നാൽ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായ നിലയിൽ, ഒന്നുകൂടെ പറഞ്ഞാൽ പ്രത്യേകമായ നിലയിൽ നമുക്ക് മാറ്റി നിർത്തി കാണുവാൻ കഴിയുന്ന ഒരു ലേഖനമാണ് ഫിലിപ്പിയ ലേഖനം. ഫിലിപ്പിയ സഭയോടും വിശ്വാസികളോടുമുള്ള പൗലൂസിൻ്റെ ആത്മാർത്ഥമായ അടുപ്പം, ഒന്നുകൂടെ പറഞ്ഞാൽ അവരോടുള്ള സ്നേഹത്തിൻ്റെ അതിരേകവും വാത്സല്യവും നിറഞ്ഞു തുളുമ്പുന്നതുമായ ആ പ്രത്യേകമായ ഒരു കത്തായിട്ടാണ് നമുക്ക് ഈ ലേഖനത്തെ കാണുവാൻ കഴിയുന്നത്. ഫിലിപ്പിയയിലെ വിശ്വാസികളോടുള്ള പൗലൂസിൻ്റെ അടുപ്പം, സ്നേഹം, ആ വലിയ കൂട്ടായ്മയുടെ ബന്ധം, ഇതെല്ലാം ഈ ലേഖനത്തിൽ
അടുക്കി വച്ചിരിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. പ്രത്യേകിച്ച് 6 പ്രാവശ്യം ഈ ലേഖനത്തിൽ സഹോദരന്മാരെ എന്ന് വിളിക്കുന്ന ആ വിളിയുടെ ശബ്ദം നമുക്ക് കേൾക്കാം. 6 പ്രാവശ്യങ്ങളിലായി താനെ വിളിക്കുന്നു. എന്നാൽ 3 പ്രാവശ്യം പ്രിയരെ എന്ന് വിളിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. ആ നിലകളിൽ ഫിലിപ്പിയ സഭയോട്, ഫിലിപ്പിയയിലുള്ള വിശ്വാസികളോടുള്ള പൗലോസിന്റെ ആ സ്നേഹത്തിന്റെ അതിരേകമാണ് ഈ ലേഖനത്തിൽ നമുക്ക് പ്രത്യേകിച്ച് എടുത്തു കാണുവാൻ കഴിയുന്നത്. ഈ ലേഖനത്തിന്റെ സവിശേഷതയായി കാണുവാൻ കഴിയുന്നത് എന്നുള്ള കാര്യം ഞാൻ ഓർപ്പിക്കുകയാണ്. രണ്ടാമതായി നാം പഠിച്ചാൽ ഈ ലേഖനത്തിൽ കാണുവാൻ കഴിയുന്ന ഒരു പ്രത്യേകത, ഈ ലേഖനം സന്തോഷം കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന ഒരു ലേഖനമാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. പൗലോസ് കാരാഗ്രഹത്തിലാണ് കിടക്കുന്നതെങ്കിലും സന്തോഷിക്കുക, സന്തോഷം, 2 പദമാണ്, ജോയ് ആൻഡ് റിജോയ്സ്. ഈ 2 പദങ്ങൾ 16 പ്രാവശ്യം എടുത്തെടുത്ത് പൗലോസ് പറയുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. കണ്ടോ, കാരാഗ്രഹത്തിലാണ് കിടക്കുന്നത്. ആ അവസ്ഥയൊന്ന് ഓർത്തു നോക്കിയ, ചെങ്ങലകളാൽ ബന്ധിക്കപ്പെട്ടവനായി സ്വാതന്ത്ര്യമില്ലാതെ പൗലോസ് കാരാഗ്രഹത്തിൽ കിടക്കുമ്പോഴും തൻ്റെ ഈ ലേഖനത്തിൽ നിറഞ്ഞു നിൽക്കുന്നത് റിജോയ്സ്, സന്തോഷിക്കുക, ജോയ്, സന്തോഷം. ഈ വാക്കുകൾ ഈ ലേഖനത്തിൽ നിറഞ്ഞു നിൽക്കുകയാണ്. ഞാൻ ചോദിക്കട്ടെ, എന്തെങ്കിലും കഷ്ടതയുടെ നടുവിൽ, പ്രതിസന്ധിയുടെ നടുവിൽ സന്തോഷിക്കാൻ പറയാൻ കഴിയുമോ? സന്തോഷിക്കാൻ കഴിഞ്ഞിട്ട് വേണ്ടേ നമുക്ക് മറ്റുള്ളവരോട് സന്തോഷിക്കാൻ പറയാൻ കഴിയുന്നത്? നമുക്ക് സന്തോഷിക്കാൻ കഴിയുമോ? നമുക്കറിയാം, പ്രതിസന്ധികൾ എന്ന് പറയുന്നത് മനുഷ്യനെ ദുഃഖത്തിലേക്ക് ആഴ്ത്തുന്നതാണ്. അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന സംഭവങ്ങൾ, വേദനകൾ, രോഗങ്ങൾ, നിരാശകൾ പലപ്പോഴും മനുഷ്യനെ ദുഃഖത്തിലേക്ക് കൊണ്ടുപോകുന്നു. എന്നാൽ ദുഃഖത്തിൻ്റെ നടുവിലും സന്തോഷിപ്പാൻ കഴിയുന്ന ഒരനുഭവം ഇവിടെ നമുക്ക് കാണുവാൻ കഴിയും. പ്രതിസന്ധിയുടെ നടുവിൽ, ചെങ്ങലയുടെ നടുവിൽ, കാരാഗ്രഹത്തിലിരുന്നു കൊണ്ട് പൗലോസ് ഈ ലേഖനത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഒന്ന് തന്റെ ജനത്തോട് പറയുന്നു, ഫിലിപ്പിയിലെ വിശ്വാസിയോട് പറയുന്നു, കർത്താവിൽ സന്തോഷിപ്പീൻ, എപ്പോഴും സന്തോഷിപ്പീൻ. എണ്ണി അതിനെക്കുറിച്ച് പ്രസംഗിക്കുവാൻ കഴിയും, ചിന്തിക്കുവാൻ കഴിയും. എങ്കിലും ദൈവമക്കൾ ഓർക്കണം, കഷ്ടങ്ങളുടെ നടുവിൽ സന്തോഷിക്കുന്നവരാണ് ദൈവജനം. അതെ, കഷ്ടങ്ങളെ ഒരു ദൈവവചനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ പുറകിൽ അത് നൽകിത്തരുന്നൊരു ദൈവത്തെ കാണുമ്പോൾ, ദൈവത്തിന് അതിൻ്റെ പുറകിലൊരു പദ്ധതി ഉണ്ടെന്ന് മനസ്സിലാക്കുമ്പോഴാണ് നമുക്ക് സന്തോഷിക്കാൻ കഴിയുന്നത്. ഞാൻ വായിച്ചിട്ടുള്ള ഒരു സംഭവം ഞാൻ പറയാം. ഒരു കപ്പൽ യാത്രയിൽ കപ്പലിങ്ങനെ കാറ്റും കോളും അടിച്ചിങ്ങനെ മുങ്ങുവാൻ തുടങ്ങിയാണ്. ഭയങ്കരമായ നിലയിൽ അപ്രതീക്ഷിതമായി കാറ്റും കോളും ഉണ്ടായി. ഒരടി പോലും മുൻപോട്ട് പോകുവാൻ കഴിയുന്നില്ല, ഇളകുവാൻ തുടങ്ങി, കപ്പൽ ഇളകുകയാണ്. എല്ലാവർക്കും മനസ്സിലായി ഇനി മുൻപ്. അപ്പോൾ അനവധി ഫാമിലികൾ, കുടുംബങ്ങൾ ആ കപ്പലിനകത്തുണ്ട്. ഒരു കുടുംബത്തിലെ കുടുംബനാഥൻ പ്രാർത്ഥിക്കുന്ന ഒരു കുടുംബം, ഒരു ദൈവദാസന്റെ കുടുംബം അവിടെയുണ്ട്. അനവധി ദൈവദാസന്മാരുണ്ട്. ഒരു ദൈവദാസൻ ഷേവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത്. രാവിലെ ഈ സംഭവം നടക്കുമ്പോൾ ഷേവ് ചെയ്തുകൊണ്ടിരിക്കുക. ഒരു വലിയ കത്തിയൊക്കെ നിവർത്ത് ഇങ്ങനെ ഷേവ് ചെയ്തുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ ഭാര്യ ഓടി വന്നേച്ച് പറഞ്ഞു, നിങ്ങൾക്ക് മാത്രം എന്നെ ഇത്ര വിഷമമില്ലേ? കപ്പൽ മുങ്ങാൻ പോവുകയാണ്, ഇതെവിടെ അവസാനിക്കാൻ പോവുകയാണ്. ഇദ്ദേഹം ഷേവ് ചെയ്തുകൊണ്ടിരിടയ്ക്കുള്ള കത്തിയെടുത്ത് ഈ ഭാര്യയുടെ കഴുത്തിലേക്ക് വെച്ചേച്ച് പറഞ്ഞു, ഇപ്പം ഞാൻ നിന്നെ കണ്ടിക്കുന്നു. പുള്ളിക്കാരി ചിരിച്ചുകൊണ്ട് നിൽക്കുക. അപ്പം ചോദിച്ചു, നിനക്കെന്താ പേടിയില്ലാത്ത? അപ്പം പറഞ്ഞു, എനിക്ക് ഭയമില്ലാത്തതിനൊരു കാരണമുണ്ട്. എന്നെ സ്നേഹിക്കുന്ന എൻ്റെ ഭർത്താവിൻ്റെ കയ്യിലാണ് കത്തിയിരിക്കുന്നത്. ഇപ്പം കണ്ടിക്കും, ഇല്ലാതാക്കും, തീർക്കുമെന്നൊക്കെ പറയുന്നെങ്കിലും ഒരുറപ്പെനിക്കുണ്ട്, എന്നെ സ്നേഹിക്കുന്ന ഭർത്താവിൻ്റെ കയ്യിൽ കത്തിയിരിക്കുന്നത് കൊണ്ട്
നിശ്ചയമായും ഒന്നും സംഭവിക്കില്ലെന്നുള്ള ധൈര്യം എനിക്കുണ്ടെന്ന് പറഞ്ഞു. അദ്ദേഹം ഉടനെ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ എന്നെ സ്നേഹിക്കുന്ന എൻ്റെ കർത്താവിൻ്റെ കയ്യിലാണ് ഈ കപ്പലിരിക്കുന്നത്. ഈ ആഴിയുടെ ആഴത്തിലൂടെ കടന്നു പോകുന്ന ഈ കപ്പലിൽ നമുക്കൊന്നും ചെയ്യുവാൻ കഴിയത്തില്ല. ഈശാനമൂലൻ ആഞ്ഞടിച്ചിട്ട് ഒരടി പോലും മുൻപോട്ട് പോകുവാൻ കഴിയാതെ കപ്പലിളകുമ്പോൾ ഒരൊറ്റ ധൈര്യം മാത്രമേ ഉള്ളൂ. എന്നെ സൃഷ്ടിച്ച എൻ്റെ സൃഷ്ടാവും എന്നെ സ്നേഹിക്കുന്ന എൻ്റെ പരിപാലകനുമായ എൻ്റെ ദൈവത്തിൻ്റെ കയ്യിലാണ് ഈ കപ്പലുള്ളത്. അതാണ് എൻ്റെ ധൈര്യം. നോക്കണമേ, ഇതാണ് പ്രതികൂലങ്ങളുടെ നടുവിൽ ധൈര്യപ്പെടുവാനൊരു ദൈവപൈതലിന് കഴിയുന്നത്. പ്രശ്നങ്ങൾ വരട്ടെ, പ്രതികൂലങ്ങൾ വരട്ടെ, പ്രതിസന്ധികൾ കവിഞ്ഞു വരട്ടെ, പക്ഷെ ധൈര്യത്തോടെ പറയുവാൻ കഴിയും, ഈ കപ്പൽ എൻ്റെ അരുമനാഥൻ്റെ കയ്യിലാണ്. ഇതാണ് ധൈര്യം. പൗലോസിന് ധൈര്യമുണ്ടായിരുന്നു. കാരാഗൃഹത്തിൽ അടയ്ക്കപ്പെട്ട് അതിനകത്ത് ചെങ്കലകളാൽ ബന്ധിക്കപ്പെട്ടവനായി കിടക്കുമ്പോൾ പൗലോസ് ഫിലിപ്പിനോട് പറയുക, സന്തോഷിക്കുവിൻ സഹോദരന്മാരെ, സന്തോഷിക്കുവിൻ, കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പീൻ. 16 പ്രാവശ്യം യഥാർത്ഥ ക്രിസ്തീയ ജീവിതമാണ് പൗലോസ് ചൂണ്ടിക്കാണിക്കുന്നത്. കർത്താവിൽ നിലനിന്ന് കർത്താവിൽ റിജോയ്സ്, സന്തോഷിക്കുന്ന ഒരനുഭവമാണ് യഥാർത്ഥ ക്രിസ്തീയ ജീവിതമെന്ന് ഫിലിപ്പിയ ലേഖനത്തിലൂടെ പൗലോസ് ഫിലിപ്പിയ സഭയോട്, ദൈവമക്കളോട് സംസാരിക്കുകയാണ് എന്നുള്ളതാണ് നമുക്ക് ഈ ലേഖനത്തിൻ്റെ സവിശേഷതയായി പഠിക്കുവാനായിട്ട് കഴിയുന്നത്. മൂന്നാമത്, പൗലോസിൻ്റെ ഈ ലേഖനം എന്ന് പറയുന്നത് ക്രിസ്തു കേന്ദ്രീകൃത ലേഖനമാണ്. ക്രിസ്തു കേന്ദ്രീകൃത ലേഖനം. ഒന്നുകൂടെ പറഞ്ഞാൽ, യേശു ക്രിസ്തുവുമായിട്ടുള്ള പൗലോസിൻ്റെ അഭേദ്യമായ ബന്ധം. പൗലോസ് പറയുന്ന വാക്കുകൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? 1:21, എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവുമാകുന്നു. കേട്ടോ, ക്രിസ്തുവിൽ കേന്ദ്രീകൃതമായ പൗലോസിൻ്റെ ജീവിതത്തിൻ്റെ വാക്കുകൾ ശ്രദ്ധിച്ചില്ലേ? എനിക്ക് ജീവിക്കുന്നെങ്കിൽ ക്രിസ്തുവിൽ, ക്രിസ്തു, മരിക്കുന്നെങ്കിൽ മരണം ലാഭം. ലോകത്തിലുള്ള സകല ആളുകളും പറയുന്ന മരണം നഷ്ടമാണ്. ഞാൻ ഓർക്കുന്നുണ്ട്, ഒരു വലിയ സിനിമാ നടൻ മരിച്ചപ്പോൾ പേപ്പറിൻ്റെ ഫ്രണ്ട് പേജ് വലിയൊരു ഹെഡിങ്, ലോകത്തിന് മുഴുവൻ നഷ്ടമാണെന്ന്. സിനിമാ ലോകത്തിനും അല്ല, ഈ ലോകത്തിന് മുഴുവൻ നഷ്ടമാണെന്ന് എഴുതി വെച്ചത് ഞാൻ ഇപ്പോഴും വായിച്ചത് ഓർക്കുന്നു. കണ്ടോ, മരണം ആളുകളുടെ വലിപ്പം അനുസരിച്ച് ലോകം പറയും നഷ്ടമാണേ, നഷ്ടമാണേ, നഷ്ടമാണേ. ഇവിടെ പൗലോസ് പറയുക, എനിക്ക് മരണം ലാഭമാണ്. പിന്നെ ജീവിക്കുന്നത് ക്രിസ്തു. സ്തോത്രം. ഞാൻ അല്പകാലമെങ്കിലും ജീവിക്കുന്നെങ്കിൽ അത് ക്രിസ്തു, ക്രിസ്തുവിന് വേണ്ടി. ഞാൻ ജീവിക്കുകയല്ല, എന്നിൽ ജീവിക്കുന്നത് ക്രിസ്തു. ഗലാത്യ ലേഖനമൊക്കെ ചേർത്ത് പഠിക്കുമ്പോൾ അതിൻ്റെ വ്യക്തമായിരിക്കുന്ന പാഠം നമുക്ക് പഠിക്കാനായിട്ട് കഴിയും. ഞാനല്ല, ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നത്. ഞാൻ അവനോട് കൂടെ ക്രൂശിക്കപ്പെട്ടു. ഞാൻ എന്ന് പറയുന്ന ഒന്ന് ക്രൂശിക്കപ്പെട്ടിട്ട് എന്നിൽ ജീവിക്കുന്നത് ക്രിസ്തുവാണെന്ന് പൗലോസ് വ്യക്തമായി എഴുതിയിരിക്കുന്നു. ഇവിടെ വായിക്കുന്നു, എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവുമാകുന്നു. അതിൻ്റെ 1:21, 3:7 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ ശ്രദ്ധിച്ചോ? അവിടെ ഇരിക്കുന്ന ക്രിസ്തു നിമിത്തം എല്ലാം ഉപേക്ഷിച്ച് ചാപ്പും ചവറുമെന്ന് എണ്ണുന്നു. കേട്ടോ, ആ ക്രിസ്തുവുമായിട്ടുള്ള അഭേദ്യമായ ബന്ധം നോക്കിക്കേ. എത്ര കൂട്ടം കാര്യങ്ങൾ പൗലോസ് അവിടെ പറയുന്നുണ്ടെന്നറിയാമോ? പാരമ്പര്യമായിട്ടുള്ള കാര്യങ്ങൾ. ബെന്യാമിൻ ഗോത്രക്കാരൻ, ഇസ്രായേൽ ജാതിക്കാരൻ, പരീശന്മാർ ജനിച്ച പരീശൻ, എണ്ണി എണ്ണി പറഞ്ഞാൽ പൊങ്ങച്ചം പറയാവുന്നതിൻ്റെ അങ്ങേയറ്റത്ത് അമ്പിളി കുന്നത്ത് എൻ്റെ ഭാര്യ അങ്ങ് കുമ്പിളി കുന്നത്തൊന്നും ആരാണ്ട് പറഞ്ഞ പോലെ അങ്ങേയറ്റത്തെ കാര്യമാണ് പറയുന്നത്. പറഞ്ഞ് വന്നേച്ച് പറഞ്ഞു ക്രിസ്തു നിമിത്തം ഇതെല്ലാം ചപ്പും ചവറുമെന്നെണ്ണുന്നു.
ക്രിസ്തുവിൽ കേന്ദ്രീകൃതമായിരിക്കുന്ന ആ ഒരു ആത്മീയ അനുഭവം. സ്തോത്രം. ഒന്നുകൂടെ പറഞ്ഞാൽ ക്രിസ്തുവിനു അഭേദ്യമായ ബന്ധം ഈ ലേഖനത്തിൽ പ്രതിഫലിക്കാൻ നമുക്ക് കാണുന്നില്ലേ? ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ കർത്താവുമായുള്ള നമ്മുടെ ബന്ധം എന്താ? എനിക്ക് കുറച്ച് കാലം കൂടെ എങ്ങനെയും ജീവിക്കണം, തിന്നണം, കുടിക്കണം, ചിലതെല്ലാം നേടണം, ലോകത്തിന് വേണ്ടി ചിലതെല്ലാം ഓടി നടന്ന് ചെയ്യുന്ന നേടുന്ന ആ നിലകളിലെ കാഴ്ചപ്പാടോടുകൂടെ മുൻപോട്ട് പോകുന്ന പ്രിയപ്പെട്ടവരെ, ആ നിലകളിലാണ് നമ്മുടെ കാഴ്ചപ്പാടെങ്കിൽ നമ്മൾ തെറ്റിയെന്നുള്ള കാര്യം മറന്നു പോകരുത്. എന്നിലും എനിക്കും ജീവിക്കുന്നത് ക്രിസ്തുവാണ്. ക്രിസ്തു നിമിത്തം ചിലതിനെ ചപ്പെന്നെണ്ണി ചവറെന്നെണ്ണി കർത്താവിന് വേണ്ടി ഒരു അഭേദ്യമായ കർത്താവുമായുള്ള ബന്ധത്തിൽ ഒരു ഉന്നതമായ നിലവാരത്തിൽ ജീവിപ്പാൻ കഴിയുന്ന അശ്രേഷ്ഠമായ ഉദാത്തമായ ഉന്നതമായ അവസ്ഥയിലേക്ക് നമ്മെ തന്നെ സമർപ്പിക്കാൻ കഴിയുന്നെങ്കിൽ ഈ ലേഖനം അതാണ് നമ്മെ പഠിപ്പിക്കുന്നത്. അടുത്ത് നമ്മൾ പഠിക്കുമ്പോൾ ബൈബിളിലെ ക്രിസ്റ്റോളജിക്കൽ, ഒന്നുകൂടെ പറഞ്ഞാൽ ക്രിസ്തുശാസ്ത്രപരമായ പ്രസ്താവന, ഏറ്റവും അർത്ഥപൂർണമായ വിവരണം, ക്രിസ്തുശാസ്ത്രപരമായ അർത്ഥപൂർണമായ വിവരണം ഈ ഫിലിപ്പി ലേഖനത്തിലാണുള്ളത്. നോക്കിയേ, അതിൻ്റെ 2-ാം അധ്യായം 5 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ നമുക്കത് വ്യക്തമായി കാണുവാനായിട്ട് കഴിയും. 2-5 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ ക്രിസ്തുവിൻ്റെ പൂർവാസ്തിക്യം അവിടെയുണ്ട്, ജഡധാരണം അവിടെയുണ്ട്, താഴ്ചയുണ്ട്, സഹനമുണ്ട്, ക്രൂശുമരണമുണ്ട്, ഉയർച്ചയുണ്ട്. ഇതെല്ലാം വ്യക്തമായി അവതരിപ്പിക്കുന്ന എന്തിനേറെ പറയണം, ക്രിസ്തു ശാസ്ത്രം, ക്രിസ്റ്റോളജിക്കൽ ക്രിസ്റ്റോളജി ഇതിനകത്തുണ്ട്. ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ഉണ്ടോ താൻ പൂർവാസ്തിക്കും ആരായിരുന്നു എന്നുള്ളത്, എവിടെയായിരുന്നു, എങ്ങനെയായിരുന്നു, ജഡധാരണം, താഴ്ച, സഹനം, ക്രൂശുമരണം, ഉയർച്ച, ഇവ വ്യക്തമായി അവതരിപ്പിക്കുന്ന ഒരു ലേഖനമായിട്ടാണ് ഫിലിപ്പി ലേഖനം നമുക്ക് പഠിക്കാനായിട്ട് കഴിയുന്നത്. എന്നിട്ട് പൗലോസ് അത് ഓർപ്പിക്കുന്നതിനൊരു കാരണമുണ്ട്. ക്രിസ്തുവേശുവിൻ്റെ ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. ദ മൈൻഡ് ഓഫ് ക്രൈസ്റ്റ്, ക്രിസ്തുവിൻ്റെ മനസ്സ്. 2-ാം അധ്യായത്തില ക്രിസ്തുവിൻ്റെ മനസ്സെന്താ? ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്തു, വേഷത്തിൽ മനുഷ്യനായി തന്നെത്താൻ താഴ്ത്തി. എങ്ങനെ? ക്രൂശിലെ മരണം, ദാസനായി ക്രൂശിലെ മരണത്തോളം. ഇന്ന് ക്രൂശിലെ മരണത്തോളം താഴ്ത്തിയില്ലല്ലോ. ഒന്ന് താഴാൻ പറഞ്ഞ, ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാൻ പറഞ്ഞാൽ താല്പര്യമില്ലാത്ത എത്രയോ പേരെയാണ് നമ്മൾ കാണുന്നത്. ആത്മീയ ഗോളത്തിൽ അഹങ്കാരികളെ കൊണ്ട് വർദ്ധിച്ചുകൊണ്ടിരിക്കുക. അഹങ്കാരികൾ, പണത്തിൻ്റെ പേരിൽ അഹങ്കാരം, പ്രതാപവും കിട്ടിയ കാസേനയുടെ പേരിലുള്ള അഹങ്കാരം. ക്രിസ്തുവുമായിട്ട് എന്താ ബന്ധം ഇതിനൊക്കെ? സത്യത്തിൽ ക്രിസ്തുവുമായിട്ടൊരു ബന്ധമില്ല. ക്രിസ്തു ഇതെല്ലാം വേണ്ടെന്ന് വെച്ച് വലിച്ചെറിഞ്ഞ് ക്രോനോസിസ് എന്നൊരു പദമുണ്ട്, ശൂന്യനാക്കി, തന്നെത്താൻ ശൂന്യനാക്കി. സ്തോത്രം. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, ക്രിസ്തുവിൻ്റെ ഭാവം നമ്മളിൽ ഉണ്ടാകുവാൻ കഴിയുന്നില്ലെങ്കിൽ നമ്മളുടെ ജീവിതം കൊണ്ട് എന്താ അർത്ഥം? നമ്മളെ വേദപുസ്തകം പിടിച്ചോട്ട് വിശ്വാസികളാണ്, ആത്മീയരാണെന്ന് പറയുമ്പോൾ തന്നെ നമ്മളുടെ ജീവിതത്തിൽ ദൈവം ആഗ്രഹിക്കുന്നത് നമ്മൾ കഴിയുന്നിടത്തോളം ക്രിസ്തുവിൻ്റെ ഭാവം. പലപ്പോഴും അതിന് വിരോധമായി മനോമൂലത്തിൽ ദൂട്ടനായവൻ പലതും കൊണ്ടുവന്നിട്ട് അനാത്മീകത്വത്തിലേക്ക് നമ്മെ വലിച്ചിഴയ്ക്കുന്ന സാഹചര്യങ്ങളും സന്ദർഭങ്ങളും ഇഹലോകത്തിലുണ്ട്.
എന്നാൽ അതിനെയെല്ലാം അതിജീവിച്ചുകൊണ്ട് ക്രിസ്തുവിൻ്റെ ഭാവം നമ്മിൽ ഉണ്ടാകുവാൻ തക്കവണ്ണം നമ്മെ പഠിപ്പിക്കുന്ന ഒരു ലേഖന ഭാഗമാണ് ഫിലിപ്പിയ ലേഖനം എന്നുള്ളത് നാം മനസ്സിലാക്കിയിരിക്കണം. മാത്രമല്ല, ഈ ലേഖനത്തിൽ മറ്റൊരു പ്രത്യേകത, ഞാൻ ഈ ലേഖനത്തിൻ്റെ സവിശേഷതയാണ് വിവരിച്ചുകൊണ്ടിരിക്കുന്നത്. സുവിശേഷത്തിന് ഈ ലേഖനത്തിൽ പ്രാമുഖ്യം നൽകിയിരിക്കുന്നു. ശ്രദ്ധിച്ചിട്ടുണ്ടോ? നോക്കണമേ, സുവിശേഷ ഘോഷണത്തിലെ കൂട്ടായ്മ, പങ്കാളിത്തം. ഫിലിപ്പിയിലെ ദൈവമക്കളുടെ ഒരു പ്രത്യേകത, പൗലോസിൻ്റെ സുവിശേഷ ഘോഷണത്തിൽ അവരെന്ത് ചെയ്തു? കൂട്ടായ്മ കാണിച്ചു എന്നുള്ളതാണ്. കൂട്ടായ്മ കാണിച്ചു, അവരുടെ പങ്കാളിത്തം. സ്തോത്രം. മാത്രമാണോ, സുവിശേഷത്തിൻ്റെ പ്രതിപാദം 1:7-17 വാക്യങ്ങളൊക്കെ എടുത്ത് വായിച്ച് ഓർപ്പിക്കുവാനായിട്ട് കഴിയുമെങ്കിലും സമയത്തിൻ്റെ പരിമിതി ഉള്ളതുകൊണ്ട് പിന്നെയും വായിക്കുന്നു സുവിശേഷത്തിന്റെ അഭിവൃദ്ധി, പിന്നെയും വായിക്കുന്നു സുവിശേഷത്തിന്റെ വിശ്വാസം. 4:3 സുവിശേഷ ഘോഷണത്തിലെ പോരാട്ടം. 4:5 സുവിശേഷ ഘോഷണത്തിന്റെ ആരംഭം. കണ്ടോ? സുവിശേഷത്തെ കുറിച്ചുള്ള ആ പ്രവർത്തനങ്ങൾ, അതിൻ്റെ ആരംഭം തുടങ്ങി, അതിൻ്റെ പങ്കാളിത്തം തുടങ്ങി, അഭിവൃദ്ധി തുടങ്ങി, അതിലുള്ള വിശ്വാസം തുടങ്ങി. എന്തിനേറെ സുവിശേഷ ഘോഷണത്തിന് വേണ്ടി പോരാടുന്നു. പൗലോസ് പറയാ, ഞാൻ ചെങ്ങല ധരിച്ച് സുവിശേഷ ഘോഷണത്തിൽ പോരാടും. ഈ പൗലോസ് റോമിലേക്ക് പോകുവാൻ ആഗ്രഹിച്ച്, നമുക്കറിയാം, യെരുശലേം തുടങ്ങി ഇല്ലൂരിയ ദേശം വരെയും സുവിശേഷ ഘോഷണം പൂരിപ്പിച്ച ആളാണ് പൗലോസ്. പലയിടങ്ങളിലും കടന്നുപോയി യേശുവിൻ്റെ സാക്ഷ്യം വഹിച്ച് സുവിശേഷ ഘോഷണം പൂരിപ്പിച്ച പൗലോസ് റോമിലേക്ക് വരണമെന്നും സ്പാനിയയിലേക്ക് പോകണമെന്നും ഒക്കെ ആഗ്രഹിച്ച് അവരോട് പറയുന്നുണ്ട്. പ്രാർത്ഥിക്കാനൊക്കെ പറയുന്ന ഭാഗങ്ങളൊക്കെ റോമാലേഖനത്തിൽ നമ്മൾ വായിക്കുന്നു. പക്ഷേ പോകുമ്പോൾ താൻ പോകുന്ന ഒരു ചെങ്ങല ധരിച്ചുകൊണ്ടാണ്. ഒരു മിഷണറിയായിട്ട് പോവുകയല്ല, ഒരു ടൂറിസ്റ്റായിട്ട് പോവുകയല്ല, അല്ല ഒരു യാത്രക്കാരനായിട്ടും പോവുകയല്ല, ഒരു പ്രസംഗിയനായിട്ടും പോവുകയല്ല. താൻ പോകുന്നത് 2 കൈകളും ചെങ്ങലകൾ ധരിച്ച് പ്രതിവാദത്തിൻ്റെ മുൻപിൽ അഗ്രിപ്പ രാജാവിൻ്റെ, ഫെസ്തോസിൻ്റെ, സന്നദ്ധി സംഘത്തിൻ്റെയൊക്കെ മുൻപിൽ നിന്നുകൊണ്ട് വാദഗതികൾ ഉയർത്തി ശക്തമായി താൻ പ്രസംഗിക്കുന്ന സുവിശേഷത്തെക്കുറിച്ച് വ്യക്തമായ കാഴ്ചപ്പാടോടുകൂടെ, അല്ലയോ അഗ്രിപ്പ രാജാവേ, സ്വർഗീയ ദർശനത്തിന് അനുസരണക്കേട് കാണിക്കാതെ ഇന്ന് വരെ ഞാൻ നിൽക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് താൻ പ്രാപിച്ച, ഏറ്റെടുത്ത സുവിശേഷ ദർശനത്തെക്കുറിച്ച് ശക്തിയോടെ രാജാക്കന്മാരുടെ മുമ്പിൽ വെളിപ്പെടുത്തിയതൊക്കെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഞാൻ പലപ്പോഴും ചിന്തിച്ച ഒരു വിഷയം ഞാൻ പറയാം. പൗലോസ് ശൗലായിരുന്ന സന്ദർഭത്തിൽ ദൈവസഭയെ മുടിക്കുവാൻ യഹൂദമതത്തിൻ്റെ എരിവേറി ദമസ്കോസിലേക്ക് വരുമ്പോൾ, നമുക്കറിയാം ഒരു ചെറിയ കൂട്ടം വിശ്വാസികൾ ദമസ്കോസിലുണ്ട്. അവർ മുട്ടുകുത്തി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. എന്തിനു വേണ്ടിയാ? സഭയുടെ അന്തകം വരിക, അവന് വരുന്നതിന് മുമ്പ് ദൈവമേ അവനോട് ഇടപെടണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന ദമസ്കോസിൽ നടക്കുന്നുണ്ട്. ഒരു പ്രാർത്ഥനാ ഗ്രൂപ്പ്, പ്രാർത്ഥനാ സമാജം ശക്തിയോടെ പ്രാർത്ഥിക്കുക. ഞാൻ വിശ്വസിക്കുന്നത് ലീഡ് ചെയ്യുന്നത് അനന്യാസ് പറയുന്നു, സഹോദരന്മാരെ പ്രാർത്ഥിച്ചാട്ടെ, അവൻ അവിടെ നിന്നിറങ്ങിയിട്ടുണ്ട്, അവൻ്റെ കയ്യിൽ മഹാപുരോഹിതൻ്റെ അധികാരപത്രമുണ്ട്, നമ്മുടെ പ്രാർത്ഥനയെ ആരാധനയെ മുടിക്കുവാനായിട്ട് കടന്നു വരികയാണ്. പ്രാർത്ഥന ആരംഭിച്ചു, ശക്തിയോടെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കേ സംഭവിച്ചത് നമുക്കറിയാം. ദമസ്കോസിൻ്റെ പടിവാതിക്കൽ സൂര്യനെ കവിയുന്നൊരു വെളിച്ചം മിന്നി, താഴെ വീണു, കണ്ണടഞ്ഞു, കണ്ണു കാണാൻ പാടില്ല. വീണ് കിടന്നുകൊണ്ട് ചോദിച്ചു, നീ ആരാകുന്നു കർത്താവേ? നിന്നോട് ഇടപെടുന്ന ദൈവമാണ്, യേശുവാണെന്ന് ഞാനെന്ന് പറഞ്ഞു. അവിടുന്ന് നമുക്കറിയാമല്ലോ, നേർവീതി എന്ന തെരുവിൽ യൂദയുടെ വീഴ്ത്തി വന്നു.
അവിടെ ഇങ്ങനെ ഇരിക്കുക, കണ്ണ് കാണാൻ മേലാതെ ഇങ്ങനെ ഇരിക്കുക. അനന്യാസിനെ ദൈവത്തിന്റെ ആത്മാവ് ഇടപെട്ടു. നേർവിധി എന്ന തെരുവിൽ യൂദയുടെ വീട്ടിൽ ശൗല് നിന്നെ കാത്തിരിക്കുക. വേഗം അവിടെ ചെന്നേ പറ്റൂ. അവന്റെ തലമേൽ കൈവച്ച് ശാസിച്ച് പ്രാർത്ഥിച്ച് അവനെ ദൈവത്തിന് വേണ്ടി വേർതിരിക്കണമെന്ന് പറഞ്ഞു. അയ്യോ, വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല. ഉടനെ അനന്യാസ് ദൈവത്തോട് പറഞ്ഞു, ദൈവമേ, അങ്ങനെയൊന്നുമല്ല. നേർവിധി എന്ന തെരുവിലെ യൂദയുടെ വീട്ടിലൊന്നും ഞാൻ അവനെ കാണാനായിട്ട് ആ നിലയിലൊരു ചിന്ത എൻ്റെ അകത്ത് വരുന്നില്ല. അവൻ അനേകർക്കെതിരെ പ്രവർത്തിക്കുന്നവൻ, ദൈവസഭയെ മുടിക്കുന്നവൻ, നശിപ്പിക്കുന്നവൻ, ഞങ്ങളെ കൂടെ നശിപ്പിക്കാനായിട്ട് ഇങ്ങോട്ട് പോകുന്നതാ. അവനെങ്ങനെ അവിടെ കാണും? അവൻ്റെ അടുക്ക് ഞാൻ എങ്ങനെ പോകും? അവൻ്റെ തലയിൽ ഞാൻ എങ്ങനെ കൈവെക്കും? അവന് വേണ്ടി ഞാൻ എങ്ങനെ പ്രാർത്ഥിക്കും? സ്വർഗം പറഞ്ഞു, എന്താ പറയുന്നറിയോ? നീ ചെല്ലേ, ഞാൻ അവനെ ജാതികൾക്ക് മുമ്പിലും രാജാക്കന്മാരുടെ മുൻപിലും എൻ്റെ സാക്ഷ്യം വഹിപ്പാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന ഒരു മാനപാത്രമാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് അനന്യാസിനെ അങ്ങോട്ട് ശാക്തീകരിച്ചു. അനന്യാസ് ധൈര്യപൂർവ്വം ചെന്ന് യൂദയുടെ വീട്ടിൽ ചെന്നപ്പോൾ കണ്ണ് കാണാൻ മേലാതിരിക്കുക. ശൗലേ സഹോദര, കാഴ്ച പ്രാപിക്കാന്ന് പറഞ്ഞ് പരിശുദ്ധാത്മാവിൽ പൂർണ്ണനാകുക എന്നൊക്കെ പറഞ്ഞ് ആത്മാവിലങ്ങോട്ട് അഭിഷേകത്തോടെ നിയോഗത്തോടെ കൈവച്ച് ആത്മ നിറവിലൊരു പ്രാർത്ഥനയെ കൊണ്ട് പ്രാർത്ഥിച്ച് ഒരു ദൂത് പറഞ്ഞു, നിന്റെ രാജാക്കന്മാരുടെ അടുക്കലേക്കും നീ കാണാത്ത ജാതികളുടെ ഇടയിലേക്കും ഒക്കെ ഞാൻ നിന്നെ അയക്കുമെന്ന് പറഞ്ഞു. ദൂത് അനുഗ്രഹിക്കപ്പെട്ട ദൂതാണ്. പക്ഷേ രാജാക്കന്മാരുടെ അടുക്കൽ നിൽക്കുമ്പോൾ, ഞാനതാ പറഞ്ഞു വന്നത്, അഗ്രിപ്പ രാജാവിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ അന്നത്തെ ആ ദൂത് ദമസ്കോസിൻ്റെ പടിവാതിക്കൽ വെച്ച് അനന്യാസിൽ നിന്ന് കേട്ട ദൂതിൻ്റെ നിവൃത്തിയാണ്. പക്ഷേ രണ്ട് കയ്യിലും ചെങ്ങലയാണ്. ക്രൈസ്തവരോട് ഒരിക്കലും അങ്ങനെ പ്രതീക്ഷിച്ചില്ല. ചെങ്ങല ധരിച്ചുകൊണ്ട് സുവിശേഷത്തിന് വേണ്ടി സുവിശേഷ രണാങ്കണത്തിൽ പോരാടേണ്ടി വരുമെന്ന് പൗലോസ് ധരിച്ചില്ല. എന്നെ കേൾക്കുന്ന ഈ ക്ലാസ് ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, ചില ചെങ്ങലകൾ ധരിക്കേണ്ടി വന്നാലും സുവിശേഷത്തിന് വേണ്ടി പോരാടുവാൻ കഴിയുന്ന ഒരനുഭവം, അതിനുവേണ്ടിയുള്ള സമർപ്പണം നമുക്കുണ്ടോ? എല്ലാം ഭൂമത്തയിലൂടെ വിരിച്ചിട്ട് ഒരുക്കി ദൈവം തരുന്ന നന്മയാണ് ഇത്, അതാണ് എനിക്ക് വേണ്ടി ഒരുക്കപ്പെട്ടിരിക്കുന്നു പറഞ്ഞ് അതിനു വേണ്ടി കാത്തിരിക്കാതെ നിനക്ക് ദൈവം തരുന്ന സാവകാശങ്ങൾ ദൈവത്തിന് വേണ്ടി വിനിയോഗിപ്പാൻ. ഞാൻ ഇന്നും കർത്താവിൻ്റെ പേര് സുവിശേഷം പ്രസംഗിക്കാൻ പോയി. ഞാനൊരു സഹോദരനെ വിളിച്ചു, ഒരാളെങ്കിലും ഉണ്ടെങ്കിൽ ഒരാശ്വാസമാവുമല്ലോ ഈ ബോക്സൊക്കെ ഒന്ന് പൊക്കി വെക്കാൻ. അദ്ദേഹത്തിൻ്റെ ഒരു അത്യാവശ്യ യാത്രയുണ്ട്. ഞാൻ ഓർത്തു 4 മണി കഴിഞ്ഞപ്പോൾ, കർത്താവേ, എന്നെ ആ ദൈവം പ്രസംഗിക്കാൻ വിളിച്ചിരിക്കുന്നേ, എന്നെ ആ ദൈവം പാടാൻ വിളിച്ചിരിക്കുന്നു, വേറൊരാളുണ്ടെങ്കിൽ മാത്രം നോ. ഞാൻ ഈ ബോക്സൊക്കെ കാരനകത്തെടുത്ത് വെച്ച് അവിടെ ചെന്നു. ഞാൻ പറഞ്ഞത്, അവിടെ കുഞ്ഞുങ്ങളും പ്രിയപ്പെട്ടവരൊക്കെ ഉണ്ടായിരുന്നു. ദൈവവചനം 1.5 മണിക്കൂർ ശക്തിയായി പ്രസംഗിച്ചു. അനേക വീടുകളുള്ളൊരു സ്ഥലം. ഞാൻ പറഞ്ഞു, ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന, ഇന്നാര് വരട്ടെ, ഇന്നാര് പറയട്ടെ, ഇന്നാര് വല്ലതും തരട്ടെ, നോ, ഇതൊന്നുമല്ല ഇവിടുത്തെ വിഷയം. സുവിശേഷത്തിന് വേണ്ടി പോരാടുക, സുവിശേഷത്തിൻ്റെ അഭിവൃദ്ധിക്ക് വേണ്ടി നിൽക്കുക, സുവിശേഷത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുക, സുവിശേഷത്തിന് വേണ്ടി പങ്കാളിത്തം നമ്മാൽ കഴിയുന്നിടത്തോളം സുവിശേഷത്തിന് വേണ്ടി പങ്കാളിത്തം നിർവഹിക്കുക. അതിനുവേണ്ടി തയ്യാറുള്ള എത്ര പേരുണ്ട്? ഈ ലേഖനത്തിലെ സവിശേഷത എന്താ? സുവിശേഷത്തിന് വേണ്ടി ആ നിലകളിൽ പോരാടി നിൽക്കുന്ന ശക്തനായ ഉന്നതനായ വ്യക്തിയാണ് നാം കാണുന്നത്, അപ്പോസ്തലനായ പൗലോസ്. ഹല്ലേലൂയ. കാരാഗ്രഹത്തിൽ കിടന്നുകൊണ്ടും യേശുവിനെ അകമ്പടി പട്ടാളങ്ങൾക്ക് പോലും ബോധം പെരുമാറേ. ഞാനതിനെക്കുറിച്ച് വായിച്ചത്, ഈ ചെങ്ങല, പൗലോസിൻ്റെ ചെങ്ങല ഒരു പട്ടാളക്കാരനെ കൂടെ ചേർത്ത് ചെങ്ങല ബന്ധിക്കും, അങ്ങനെ ആയിട്ടിരിക്കുന്നേ. ഈ ബന്ധിച്ചിട്ടേക്കുന്ന പട്ടാളക്കാരൻ യേശുവിൻ്റെ സുവിശേഷം കേട്ടെ പൗലോസിൻ്റെ അടുക്കൽ ഇരുന്നുകൊണ്ട് കരഞ്ഞുകൊണ്ട് കർത്താവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കും. പൗലോസ് അവനോട് സുവിശേഷം അറിയിക്കും, രക്ഷിക്കപ്പെടും. അതുകൊണ്ടാണ് പറഞ്ഞത്, സ്തോത്രം, അകമ്പടി നായകനെ പോലും പലയിടങ്ങളിൽ സുവിശേഷം, പട്ടാളക്കാർ മുഴുവൻ സുവിശേഷത്തിൻ്റെ വ്യക്താക്കളാക്കി. അവർ യേശുവിനെ അറിഞ്ഞു, വചനം അറിഞ്ഞു. എൻ്റെ ചെങ്ങല അത് സുവിശേഷത്തിൻ്റെ വ്യാപനത്തിന് കാരണമായെന്ന് പൗലോസ് പറയുന്നുണ്ട്, അഭിവൃദ്ധിക്ക് കാരണമായെന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സുവിശേഷത്തിൻ്റെ വയലിൽ ശക്തമായി മുൻപോട്ട് പോകുക,
എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവം ഇടയാക്കട്ടെ. ഈ ഫിലിപ്പ് ലേഖനത്തിൻ്റെ സവിശേഷതകൾ അതാണ്. സുവിശേഷത്തിൻ്റെ പ്രാമുഖ്യം കൊടുക്കുന്ന ലേഖനം, ക്രിസ്റ്റോളജിക്കൽ ക്രിസ്തുവിൻ്റെ അപൂർവാസ്തികത്തെക്കുറിച്ചും താഴ്ചയെക്കുറിച്ചും സഹനത്തെക്കുറിച്ചും കുരിശുമരണത്തെക്കുറിച്ചും ക്രിസ്തുവുമായുള്ള അഭേദ്യമായ ബന്ധത്തിൽ അതിനുള്ള ബന്ധം, മാത്രമല്ല സന്തോഷിപ്പീരെന്നുള്ള നിറഞ്ഞു നിൽക്കുന്ന ആത്മീക സന്തോഷം, മാത്രമല്ല ഫിലിപ്പിയ സഭയോടുള്ള പൗലോസിൻ്റെ അഭേദ്യമായ സ്നേഹത്തിൻ്റെ അതിരേകവും ബന്ധവുമൊക്കെ ഈ ലേഖനത്തിൻ്റെ സവിശേഷതകളാണ്. കർത്താവിന് സ്തോത്രം. അതുകൊണ്ട് തന്നെ ഈ ലേഖനം പഠിക്കുമ്പോൾ ഇത് മനസ്സിലാക്കി പഠിച്ചാൽ നമ്മുടെ ജീവിതം ധന്യകരമായി തീരും. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് അതിന് മുഖാന്തരമായി തീരട്ടെ. ക്രിസ്തു നമ്മുടെ ജീവിതത്തിൽ എല്ലാമായി മാറട്ടെ. സുവിശേഷത്തിന് വേണ്ടി അടരാടുവാൻ, പോരാടുവാൻ, ഈ രണാങ്കണത്തിൽ നിൽക്കുവാൻ കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കാം. ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥ പിതാവേ, ഈ വചനം കേട്ട ഏവരെയും കർത്താവ് രക്ഷിക്കുകയും ഈ വചനം പഠിച്ച് അവർ കർത്താവ് ജീവിതത്തിൽ കർത്താവിന് വേണ്ടി പ്രയോജനമുള്ളവരായി തീരുവാൻ ഇടയാക്കുകയും ചെയ്താട്ടെ. പുത്രനെ മഹത്വപ്പെടുത്തിയാട്ടെ. പ്രാർത്ഥന കേട്ടല്ലോ, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.